ഹായ് ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് നമുക്കൊരു വാഞ്ചോ കേക്ക് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ. ഇന്ന് വാഞ്ചോ കേക്കിൻ്റെ ഫില്ലിങ്സും ഡെക്കറേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് മാത്രമാണ്. ഡെക്കറേഷൻ വീഡിയോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് വാഞ്ചോ കേക്കാണ് ഇത് വന്നിട്ട് 2 kg കേക്ക്, ഒരു 2 ടയർ കേക്കിൻ്റെ ബോട്ടം ടയറാണ് കേട്ടോ. നമ്മൾ ഇതിന് ടിന്ന് എടുത്തിരിക്കുന്നത് 7.5 ആണ് കേട്ടോ. അപ്പം 7.5 ഇഞ്ചിലാണ് കേക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബേസ് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം നമുക്ക് പിടിക്കാനൊക്കെ ഒരു ഇത് കിട്ടും. പിന്നെ പേരൊക്കെ ബോർഡിലായിരുന്നു വെക്കേണ്ടത് കേട്ടോ. ഫുൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു. അതിന് ശേഷം ക്രീമിലോട്ട് നല്ല ഗനാഷ്, തിക്കായിട്ടുള്ളൊരു ഗനാഷ് കൊടുത്തു. അതും കൂടെ ഉള്ള ഒരു ക്രീമാണ് നമ്മൾ ആദ്യം കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഗനാഷ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചോക്കോ ചിപ്സാണ് ലെയറിൽ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത് കേട്ടോ. ഇത് വന്നിട്ട് ഹലീമ തന്നിട്ടുള്ള ഓർഡറാണ് കേട്ടോ. അപ്പം ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹലീമ തന്നതാണെന്ന്, അനിയത്തിയുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പം അത് മുകളിലത്തെ കേക്ക്, 2 ടയർ കേക്കിൻ്റെ മുകളിലത്തെ കേക്ക്, ഇത് 2 ടയറിൻ്റെ അടിയിലത്തെ കേക്ക് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോഴത്തേക്കും അവളെ സാറിൻ്റെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. ഭയങ്കര റിവ്യൂ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ ഹലീമക്ക്. അവൻ്റെ വീട് പാലിയാച്ചിന് ഞാനൊരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കേക്കിന് ഓർഡർ തന്നതെന്നാണ് ഞാൻ കൊണ്ട് കൊടുത്തപ്പം പറഞ്ഞത് കേട്ടോ. അങ്ങനെ അപ്പോൾ നല്ല ഹൈറ്റുള്ള നല്ല വലിയ കേക്കായിരുന്നു കേട്ടോ. 2 kg ആണെങ്കിൽ നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് 3 kg ആയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഹോം ബേക്കേഴ്സിൻ്റെ ഒരു ഇതാണല്ലോ അല്ലേ, നമ്മൾ 2 kg പറഞ്ഞാൽ 3 kg ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത്. വൈറ്റ് കേക്ക് വെച്ചതിൽ വൈറ്റ് ഗനാഷും കൊടുത്തു, ചോക്ലേറ്റ് കേക്ക് വെച്ചതിൽ ചോക്ലേറ്റ് ഗനാഷും കൊടുത്തു കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെയാണ് ചോക്കോ ചിപ്സും വൈറ്റിൽ വൈറ്റും കൊടുത്തു, ബ്ലാക്കിൽ ബ്ലാക്കും കൊടുത്തു കേട്ടോ. എന്നിട്ട് ക്രീം കോട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുത്ത് ഫൈനൽ കോട്ടൊക്കെ കൊടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.